ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മർഹബൻ യാ തുല്ലാബ്. അപ്പോൾ 9ാം ക്ലാസ്സിലത്തെ മക്കളെ നമ്മൾ ഓൾറെഡി 2 ചാപ്റ്ററുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തായിട്ടുണ്ട് 2 ചാപ്റ്ററുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 3ഉം 4ഉം മൊഡ്യൂളുകളാണ് നമ്മൾക്ക് ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതിൽ 3ാമത്തെ മൊഡ്യൂളിലെ 2 ചാപ്റ്ററുകൾ ഓൾറെഡി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 3ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് 4ാമത്തെ മൊഡ്യൂളും കൂടി എന്ത് ചെയ്യാനുണ്ട്, കവർ ചെയ്യാനുണ്ട്. നമ്മുടെ എക്സാം ഇനിയിലെ വെറും 10 അല്ലെങ്കിൽ 11-12 ദിവസം അത്രേ നമുക്ക് നമ്മുടെ മുമ്പിൽ എക്സാം ഉള്ളൂ. വളരെ ഷോർട്ട് ടൈമേ നമുക്ക് ഉള്ളൂ. അപ്പോൾ ഇനിയും പഠിക്കാതിരിക്കരുത്. ഓരോ ചാപ്റ്റർ ബേസ്ഡ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം വിന്നറിൽ അടിപൊളി ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം എല്ലാവരും എന്ത് ചെയ്യണം, അത് ഉപയോഗപ്പെടുത്തണം. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അറിയിക്കണം. മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ എന്ത് അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ കട്ടയ്ക്ക് കൂടെ നിന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല മാർക്ക് എന്ത് ചെയ്യാം, അറബിയിൽ വാങ്ങാൻ കഴിയും. ഓക്കെ, അറബിയിൽ നല്ല മാർക്ക്. പലരും അറബി ഒരു ടഫ് വിഷയമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രയാസപ്പെട്ട വിഷയമായിട്ട് പറയാറുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും അത് ഇല്ലാതെ വളരെ കൂളായി വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അറബി പഠിക്കാൻ കഴിയണം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പഠിച്ചു തുടങ്ങണം, ഇഷ്ടത്തോടെ പഠിച്ചു തുടങ്ങണം. നോക്കൂ, 3ാമത്തെ യൂണിറ്റിലേക്ക് കടക്കാലോ മക്കളെ. 3ാമത്തെ മൊഡ്യൂളിലെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാലോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, തുടങ്ങാലോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ അല്ലേ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നോക്കൂ മക്കളെ, നോക്കൂ. 3ാമത്തെ യൂണിറ്റ് വരുന്നത് നസാഹിഉ ത്വബീബ്, ഡോക്ടറിൻ്റെ ഉപദേശം എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കവിതയാണ്. അപ്പോൾ തൊട്ട് മുമ്പുള്ള 2 ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്തായിരുന്നു, ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തൊട്ട് മുമ്പുള്ള 2 ചാപ്റ്ററുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരോഗ്യത്തെക്കുറിച്ച് തന്നെയാണ്. അതൊരു കവിതയാണ്. നോക്കൂ, ഇദാ മാ ശഹ്ത അൻ തഹിയാ സലീമൻ വ തുംലി ദർബു ഉംറക മുസ്തഖീമൻ. നമ്മളോട് കവി പറഞ്ഞു വെക്കുകയാണ്. എന്താ പറയുന്നത്, ഇദാ മാ ശഹ്ത അൻ തഹിയാ സലീമൻ, നീ നല്ല ആരോഗ്യവാനായിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, വ തുംലി ദർബ ഉംറക മുസ്തഖീമൻ, നിന്റെ ജീവിതം അല്ലേ, നിന്റെ ഓരോ ആയുസ്സും ഒരു രോഗവും ഇല്ലാതെ വളരെ തൃപ്തിയോടെ സമാധാനത്തോടു കൂടെ നീ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം, ഫഹുദ് മിൻ ത്വബീബി, നീ നിന്റെ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യണം, ചില ഉപദേശങ്ങൾ സ്വീകരിക്കണം. ഫഹുദ് നീ ചില ഉപദേശങ്ങൾ അല്ലേ, ഫഹുദ് നീ പിടിക്കണം, എടുക്കണം, സ്വീകരിക്കണം. ബഅ്ലൻ നസായി, ചില ഉപദേശങ്ങൾ. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ മെച്ചപ്പെടുത്തി ഒരു ആരോഗ്യ പ്രശ്നവുമില്ലാതെ വളരെ ആക്റ്റീവായി വളരെ സന്തോഷത്തോടെ വളരെ റാഹത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയി സമീപിച്ചിട്ട് ഡോക്ടറിൽ നിന്നുള്ള ചില ഉപദേശങ്ങൾ നമ്മൾ കൈപ്പറ്റണമെന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. കാരണം എന്താ, ബി തത്ബീബിൽ വറ അള്ളഹ ഫഈമൻ, നമ്മുടെ ഡോക്ടറെ നമ്മളെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഡോക്ടർക്ക് എന്ത് കിട്ടും, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് മനസ്സിലാകും. അതുകൊണ്ടാണ് പറയുന്നത് നിർബന്ധമായിട്ടും ഡോക്ടറിൽ നിന്ന് ചികിത്സ നേടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെച്ചപ്പെട്ട ജീവിതം നയിക്കണം. ഓക്കെ ആണല്ലോ. ഇനി നോക്കൂ, ഇദാ മാ കുൻത ജിസ്മിൻ സലീമിൻ സതുഅതാഹാ കദാ അഖ്ലൻ സലീമ. കവി പറഞ്ഞു വെക്കുകയാണ്. എന്താ പറയുന്നത് മക്കളെ, ഇദാമാ കുൻതദാ ജിസ്മിൻ സലീമി, നീ നല്ല ആരോഗ്യവാനായിട്ടുള്ള ശരീരം നിനക്കുണ്ടെങ്കിൽ, ഇദാമാ കുൻതദാ ജിസ്മിൻ സലീമിൻ, നിനക്ക് നല്ല മെച്ചപ്പെട്ട ആരോഗ്യമുള്ള ശരീരം നിനക്കുണ്ടെങ്കിൽ, നോക്കൂ, സതുഅതാഹാ കദാ അഖ്ലൻ സലീമൻ, നിനക്ക് നല്ല ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിയും അല്ലേ. അപ്പം നല്ല ബുദ്ധിയും നിന്നിലേക്ക് എന്ത് ചെയ്യും, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിയും നിന്നിലേക്ക് വന്നു ചേരും. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധി, ആരോഗ്യപരമായിട്ടുള്ള മനസ്സ് നമുക്ക് ലഭിക്കണമെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ശരീരം നമുക്ക് എന്താണ് നിർബന്ധമാണ്. അടുത്ത വരി നോക്കൂ, ഫറാഖിബ് സിഹ്ഹത്തൽ ബദനിൽ മുആഫ വലാ തത്റുഖുഹു മുഅതല്ലൻ സഖീമൻ. കവി വളരെ മനോഹരമായിട്ട് നമ്മളോട് പറയുന്നു. എന്താ പറയുന്നതെന്ന് അറിയോ, വറാഖിബ് സിഹ്ഹത്തൽ ബദനിൽ മുആഫ, നീ നല്ല ആരോഗ്യവാനായിട്ടുള്ള എന്ത് ചെയ്യണം, നീ ആരോഗ്യത്തിൻ്റെ
എന്ത് ചെയ്യണം, വാഹനം കയറണം. അപ്പോൾ നീ കയറുമ്പോൾ എന്ത് ചെയ്യണം, ആരോഗ്യവാനായിട്ടുള്ള, അതായത് ആരോഗ്യത്തിൻ്റെ വാഹനം കയറുക എന്ന് പറഞ്ഞാൽ എന്താ, നീ എപ്പോഴും ആരോഗ്യവാനായിട്ടുള്ളവനായി തീരണം. വലാ തത്റുക്കുഹു മുഅത്തല്ലൻ സഖീമൻ, നീ എന്തായി പോവരുത്, നിരന്തരം രോഗിയായിട്ട് എന്ത് ചെയ്യരുത്, നീ മാറരുത്. വലാ തത്റുക്കുഹു മുഅത്തല്ലൻ സഖീമൻ, നിരന്തരം രോഗിയായിട്ട് നീ എന്ത് ചെയ്യണം, നീ എന്ത് ചെയ്യരുത്, മാറരുത് എന്നുള്ള ആശയമാണ് കവി വെക്കുന്നത്. അടുത്ത് നോക്കൂ, മുമാറസത്തുർ റിയാളത്തി കുല്ല യൗമിൻ തുഅദ്ദു ഇൻജാസൻ അലീം. നമ്മളോട് കവി പറയുന്നു എന്ത്, മുമാറസത്തു റിയാള. എന്താ മുമാറസത്തു റിയാള എന്ന് പറഞ്ഞാൽ എക്സസൈസ് അല്ലേ. അപ്പം നിരന്തരമായിട്ടുള്ള ഡെയിലി എക്സസൈസുകൾ, കൊല്ലയോമിന് എല്ലാ ദിവസവും നീ എക്സസൈസ് ചെയ്താൽ തുഅദ്ദു ഹുയ്യാ ഇൻജാസൻ അലീം, നിനക്ക് ഒരുപാട് മെച്ചങ്ങൾ എന്ത് ചെയ്യും, നിൻ്റെ ശരീരം വളരെ മെച്ചപ്പെട്ടതാകും. എന്ത് കാരണത്താൽ, അത്തരം എക്സസൈസുകൾ കാരണത്താൽ നിനക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും. എന്ത് കാരണത്താൽ, എക്സസൈസ് കാരണത്താൽ. നോക്കൂ, വവസുനുക ലൈസ യഫ്റുതു ഫി ഇസ്ദാദിൻ വഅബ്ഖിൽ ദിസ്മി മംശൂകൻ വസീമൻ. നമ്മളോട് പറയുന്നു എന്ത്, വസുറുക ലൈസ യഫ്തുറു ഫിൽ ഇസ്ദാദ്, നീ നിൻ്റെ ഭാരത്തിൽ നീ എന്ത് ചെയ്യലല്ല, അധികരിപ്പിക്കലല്ല. അപ്പം കുറേ പൊണ്ണത്തടിയുമായിട്ട് എന്ത് ചെയ്യല്ല, നീ നടക്കലല്ല, മറിച്ച് വബിക്കി ജിസ്മ മംശൂക്കൻ വസീമൻ അല്ലേ, വളരെ സമാധാനത്തോടു കൂടെയുള്ള വളരെ ആരോഗ്യമായിട്ടുള്ള ശരീരമാണ് നീ എന്ത് ചെയ്യേണ്ടത്, മെച്ചപ്പെടുത്തേണ്ടത്. തൊആമുക വശറാബുഹുമാ ഇദാഅൻ ഫകുൻ ഇൻദ ഇഖ്തിയാറിയ അലീമൻ, നീ എന്ത് ചെയ്യണം, നീ ഭക്ഷണം തിരഞ്ഞെടുക്കുന്ന സമയത്ത് അല്ലേ, നീ ഭക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ പാനീയത്തിൻ്റെ സമയത്തൊക്കെ നീ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നീ തിരഞ്ഞെടുക്കണം ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണവും ആരോഗ്യപരമായിട്ടുള്ള പാനീയം നീ എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം. അപ്പോൾ എന്ത് കണ്ടാലും വാരി വലിച്ച് തിന്നുന്ന സ്വഭാവം ഉണ്ടാവരുത്. അങ്ങനെ എന്തും വാരി വലിച്ച് തിന്നുന്ന സ്വഭാവമാണെങ്കിൽ നമ്മുടെ ആരോഗ്യം എന്ത് ചെയ്യും മക്കളെ, വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, നശിച്ചു പോവും, അത് നാശത്തിലാവും. അതാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, കവി പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായോ? അടുത്ത് നോക്കൂ, വസുർ മഅകുല്ല ആരിലത്തിൻ ത്വബീബൻ ലദൈസ തൗഖുദു നുസ്അൻ ഹകീമൻ. നമ്മളോട് കവി പറയുന്നത്, നീ എന്ത് ചെയ്യണം, ത്വബീബിനെ, ത്വബീബ് എന്ന് പറഞ്ഞാൽ ഡോക്ടറെ അല്ലേ, നീ ഡോക്ടറെ എന്ത് ചെയ്യണം, സമീപിക്കണം. അപ്പം നീ ഡോക്ടറിൽ നിന്ന് സമീപിക്കുകയും അതുപോലെ തന്നെ ലദൈസ തൗഖുദു നുസ്അൽ ഹകീമൻ, നീ നല്ല തന്ത്രപരമായിട്ടുള്ള നസീഹത്തുകൾ എന്ത് ചെയ്യണം, ഡോക്ടറിൽ നിന്ന് സ്വീകരിക്കണം. അപ്പോൾ നീ ഡോക്ടറിനെ സന്ദർശിക്കുകയും ആ ഡോക്ടറിൽ നിന്ന് നീ എന്ത് ചെയ്യണം, നല്ല നസീഹത്തുകൾ, നല്ല ഉപദേശങ്ങൾ, എങ്ങനെ ജീവിതം മെച്ചപ്പെടുത്താം, എങ്ങനെ ജീവിതം സുന്ദരമാക്കാം തുടങ്ങിയ ഉപദേശങ്ങൾ നീ എന്ത് ചെയ്യണം, ഡോക്ടറിൽ നിന്ന് സ്വീകരിക്കണം. എങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, വളരെ മനോഹരമായി വളരെ സന്തോഷകരമായിട്ട് നിനക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കാലം ജീവിക്കാം. കാരണം കവി പറഞ്ഞു വെക്കുന്നു, എന്താ പറഞ്ഞത് മക്കളെ, ആരോഗ്യപരമായിട്ടുള്ള ശരീരത്തിലെ ആരോഗ്യപരമായിട്ടുള്ള മനസ്സ് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും അല്ലേ. നമ്മൾ തന്നെ നമുക്ക് സ്വയം കോൺഫിഡൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, ആരോഗ്യപരമായിട്ടുള്ള ശരീരമായിരിക്കണം. ഒന്നായിട്ട് പൊണ്ണത്തടിയും അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളുമുള്ള കഷ്ടപ്പെടുന്ന ജീവിതമാണെങ്കിൽ നമുക്ക് നല്ലൊരു മനസ്സമാധാനം നമ്മുടെ ജീവിതത്തിൽ കിട്ടൂല. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഭക്ഷണം കഴിക്കുന്ന സമയം വാരി വലിച്ച് തിന്നാതെ വളരെ കൺട്രോൾ ആയിക്കൊണ്ട് നിനക്ക് എന്താണോ നല്ലത്, എന്താണോ നല്ലതല്ലാത്തത് തുടങ്ങിയ കാര്യങ്ങൾ നീ വേർതിരിച്ചിട്ട് എന്ത് ചെയ്യണോ, നീ ഒരു നല്ല ജ്ഞാനിയായിട്ട് നല്ല ഹിക്മത്തുള്ളവനായിട്ട് നീ എന്ത് ചെയ്യണം, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അടുത്തത് നോക്കൂ, അഹീനം ബാക്കിറൻ തഅനഹു ഖരീറൻ ഫഖം ഖദ് തബ്ബൽ നൗമു ജുസൂമൻ. നമ്മളോട് പറയുന്നു വളരെ പ്രധാനപ്പെട്ട വിഷയം, അഹീ എൻ്റെ സഹോദര, ഞാൻ ബാക്കിറൻ തഅനഹു ഖരീനൻ, നീ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഉറങ്ങണം അല്ലേ. അപ്പം വേഗം എന്ത് ചെയ്യണം, നീ ഉറങ്ങണം, വളരെ നേരത്തെ നീ ഉറങ്ങണം. ഫഖം ഖദ് തൊയ്യബൻ നൗമു ജുസൂമൻ, നിൻ്റെ ഉറക്കം എന്നുള്ളത് നിൻ്റെ ശരീരത്തെ എന്ത് ചെയ്യും, നിൻ്റെ ആരോഗ്യത്തെ അത് മെച്ചപ്പെടുത്തും. നോക്കൂ മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ തലമുറയോട് വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് എൻ്റെ 9ാം ക്ലാസ്സിലത്തെ മക്കളോടും എന്നോടും എനിക്ക് പറയാനുള്ളത് എന്താണ്, ഒരു ദിവസം ഒരു 6.5 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉറങ്ങണം. വേണ്ടേ? എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ, മെച്ചപ്പെട്ട ശരീരം മെച്ചപ്പെട്ട ആരോഗ്യം നമുക്ക് നിലനിർത്താൻ കഴിയുള്ളൂ. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും അധിക ആളുകളും വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഉറങ്ങുന്നത്. ചില ആളുകളുടെ ഉറക്കം 4 മണിക്കൂർ 3 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഉറക്കം എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വീഡിയോ കാണുന്ന 9ാം ക്ലാസ്സിലത്തെ മക്കൾ മനസ്സിലാക്കേണ്ടത് ഉറക്കം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കൃത്യമായിട്ട് ഉറങ്ങി
ഉറങ്ങിയിട്ടില്ലെങ്കിൽ 7 മണിക്കൂർ നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യും വന്നു ചേരും. അതുകൊണ്ട് തന്നെ ഉറക്കം ഈസ് കമ്പൾസറി. ഉറക്കം എന്താണ്? അത് നിർബന്ധമാണ്. നമ്മൾ ഉറക്കത്തിൽ എന്ത് ചെയ്യരുത്? യാതൊരു വിട്ടുവീഴ്ചയും എന്ത് ചെയ്യരുത്. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ ഉറങ്ങാതെ ശീലിച്ചാൽ ഒരു പക്ഷേ വലുതായാലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഉറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 10 മണിക്ക് ഉറങ്ങുന്ന രീതി എന്ത് ചെയ്യണം, നമ്മൾ സ്വീകരിക്കണം. ഓക്കെ ആണല്ലോ? കാരണം ഉറക്കം എന്നുള്ളത് അത് ജീവിതത്തിൻ്റെ വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അടുത്ത് നോക്കൂ, റുസിഖ്ത ഹുയ്യാഹ ആയിഫതൻ വഖൈറൻ വഇസ്ത ബിസിഹ്യത്തിൽ ഐശൻ നഈമൻ. നമ്മളോട് പറയുന്നു, നീ ആരോഗ്യവാനായിട്ട് അതുപോലെ തന്നെ നീ നല്ലവനായിട്ട് നീ നിൻ്റെ ജീവിതത്തെ എന്ത് ചെയ്യണം, വളരെ ആരോഗ്യമായിട്ടുള്ള നല്ല അവസ്ഥയിൽ നീ എന്ത് ചെയ്യണം, ജീവിക്കണം. വഇസ്ത ബിസിഹ്യത്തിൽ ഐശൻ നഈമൻ. നല്ല ആരോഗ്യമായിട്ടുള്ള ജീവിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. അതിനെന്ത് വേണം? നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം കഴിക്കണം. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നല്ല പച്ചക്കറികൾ, നല്ല ഭക്ഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, സ്വീകരിക്കണം. അതുപോലെ തന്നെ ജീവിതത്തിൽ നിരന്തരം എക്സസൈസുകൾ ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. അല്ലേ? പൊണ്ണത്തടിയാനായിട്ട് 24 മണിക്കൂറിലും ഫോണിൽ കളിച്ചിരിക്കുന്ന ആൾ, ഫോണിൽ ഇങ്ങനെ കുത്തിരിക്കുന്ന ഒരാളായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, മാറരുത്. ജിമ്മിലോ അല്ലാതെയോ എന്ത് എക്സസൈസുകളും നിങ്ങൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ ചെയ്യണം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഉറക്ക് നമ്മൾ സ്വീകരിക്കണം. ഓരോ പാഠത്തിലൂടെയും മനോഹരമായിട്ടുള്ള ഓരോ ഗുണപാഠങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. കേവലം അറബിയും അതിൻ്റെ ചില അർത്ഥങ്ങളും പഠിച്ച് പോലെ മാത്രമല്ല, ഓരോ പാഠത്തിലൂടെയും നമുക്ക് എന്ത് കിട്ടി, നമുക്ക് എന്ത് ലഭിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചിഹ്നത്തിന് പല ഉത്തരങ്ങളും നമുക്ക് എന്ത് ചെയ്യും, ഓരോ പാഠങ്ങളും തുറന്നു തരുന്നുണ്ട്. അല്ലാതെ കേവലം വെറുതെ ഒരു പാട്ട് ഇങ്ങനെ പഠിച്ചു പോവുക, കുറച്ച് അർത്ഥങ്ങൾ പഠിക്കുക, എക്സാം വരുമ്പോൾ പേപ്പർ എഴുതുക, ഫുൾ മാർക്ക് വാങ്ങുക, അതല്ല. നേരെ മറിച്ച് ഇത്തരം കാര്യങ്ങൾ, പാഠങ്ങൾ ഉൾക്കൊണ്ട് കൃത്യമായി ഉറങ്ങണം, കൃത്യമായി എക്സസൈസുകൾ ചെയ്യണം, കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതികൾ നമ്മൾ കൈപ്പറ്റണം തുടങ്ങിയ കാര്യങ്ങൾ അത് ജീവിതത്തിലേക്ക് പകർത്തൽ എന്ത് ചെയ്യണം, നമ്മളെ മേലെ കടമയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പാഠങ്ങൾ പഠിക്കുമ്പോഴും അത്തരം പാഠങ്ങളിൽ നിന്നുള്ള ഗുണപാഠങ്ങളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സ്വീകരിക്കണം. അല്ലാതെ വെറുതെ കവിതയും പാട്ടും എന്ത് ചെയ്യാൻ പോരാ, പഠിച്ചു വെച്ചാൽ പോരാ. ഇവിടെ നോക്കൂ, മുഫ്രദാത്തുകൾ, ഒരുപാട് മുഫ്രദാത്തുകളും അതുപോലെ അതിനെ ജമ്മു നമ്മൾ പറയുന്നുണ്ട്. ഷാ യശാഹു, അറാദ യുരീദു, സഖീമൻ, ഇതിൻ്റെ ഓരോ അർത്ഥങ്ങൾ അല്ലേ, സലീമൻ, അതുപോലെ തന്നെ അംല, യുംലി, ദർബ്, ത്വരീഖ്, മുസ്തഖീം, അതിൻ്റെ ഓരോ അർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നോക്കൂ മക്കളെ, വളരെ സിമ്പിളായിട്ടുള്ളതാണ്. നുറാജുൽ മള്ളൂമ വ നഖ്തുബു അള്ളാദുൽ കലിമാത്തിൽ ആത്തിയ. നമ്മളോട് പറയുന്നത് ഈ അടിയത്തെ കാര്യങ്ങൾ വായിച്ചിട്ട്, അതായത് മരീൽ, അതുപോലെ തന്നെ കബീഹ്, അതുപോലെ തന്നെ ജായിൽ. മരീൽ എന്ന് പറഞ്ഞാൽ എന്താ, രോഗി. അപ്പോൾ അതിൻ്റെ ലിദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതാനാണ്. അപ്പോൾ മരീൽ, രോഗിയാവുക എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ആരോഗ്യവാനായി തീരുക എന്നുള്ളതല്ലേ. അതുപോലെ തന്നെ കബീ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ടവൻ. അപ്പോൾ കബി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, നല്ലവൻ എന്നല്ലേ. അതുപോലെ തന്നെ ജാഹിൽ എന്ന് പറഞ്ഞാൽ വിഡ്ഢി എന്നാണ്. അപ്പോൾ വിഡ്ഢി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ബുദ്ധിയുള്ളവൻ എന്നല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെയും ലിദ് എന്ന് പറഞ്ഞാൽ ഇതാ അൽദാദ് എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസറിൽ കണ്ടാൽ, ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കി വെച്ചോളാം, ഓപ്പോസിറ്റ് എഴുതാനാണ്. നല്ലവൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്, ചീത്തവൻ. ചീത്തവൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്, നല്ലവൻ. അപ്പോൾ അതേപോലെ എഴുതാനാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, മരീൽ എന്ന് കാണുന്നുണ്ടല്ലോ. മരീൽ എന്ന് പറഞ്ഞാൽ എന്താണ്, രോഗിയാണ്. അപ്പോൾ രോഗി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്, ആരോഗ്യവാൻ എന്നുള്ളത്. അപ്പോൾ നോക്കൂ, സലീം എന്നാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? സലീം എന്ന് പറഞ്ഞാൽ ആരാണ്, ആരോഗ്യമുള്ളവൻ എന്നാണ്. അപ്പോൾ മരീലിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്, സലീം. അടുത്ത് നോക്കൂ, കബി എന്ന് പറഞ്ഞാൽ മോശപ്പെട്ടവൻ എന്നാണ്, അല്ലെങ്കിൽ മോശമായവൻ എന്നാണ്. അതിൻ്റെത് എന്താണ്, ജമീൽ അല്ലേ, ഭംഗിയുള്ളവൻ എന്നല്ലേ. അപ്പോൾ മോശപ്പെട്ടവൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത് മക്കളെ, ജമീൽ എന്നുള്ളത്. മനസ്സിലായോ? സംഗതി വളരെ സിമ്പിൾ അല്ലേ. അടുത്ത് നോക്കൂ, ജാഹിൽ എന്ന് പറഞ്ഞാൽ ആരാണ്, വിഡ്ഢി എന്നാണ് അർത്ഥം. വിഡ്ഢി എന്നുള്ളതിൻ്റെ, അതായത് വിവരമില്ലാത്തവൻ എന്നുള്ളതിൻ്റെ, ബുദ്ധിയില്ലാത്തവൻ എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്, ബുദ്ധിയുള്ളവൻ. അപ്പോൾ നോക്കൂ, ആക്കിൽ എന്ന് എഴുതണം. മനസ്സിലായോ? വളരെ സിമ്പിളല്ലേ പറഞ്ഞ കാര്യങ്ങൾ. അൽദാദ് എന്ന് നിങ്ങൾ എവിടെ കണ്ടാലും അത് ലിദ് എഴുതാനാണ്, ഓപ്പോസിറ്റ് എഴുതാനാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ മക്കളെ? ഇനി നമ്മൾ വേറൊരു കാര്യം പറയുന്നു, നുൻഷിദുൽ അബിയാത്ത് ഉൻവാഫിൽ കലിമാത്തിൽ മുലവ്വന. നമ്മൾ ഈ അടിയിലുള്ള കവിത വായിക്കുക, എന്നിട്ട് ഈ കളർ ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. മനസ്സിലായോ? ഈ കവിതയൊന്ന് പാടി നോക്കൂ. ഇദാമാ കുൻത ജിസ്മിൻ സലീമിൻ സതുഅതാഹാ ഖദാ അഖ്ലൻ സലീമാ വസുർ മഅ കുല്ലി ആരിളത്തിൻ തബീബ ലദൈഹി സാതഖുദു നുസ്അൽ ഹകീമ റുസിഖ്ത ഖുയ്യാഹ ആഫിയതൻ വഖൈറൻ വഇസ്ത ബിസിഹ്യത്തിൽ ഐശൻ നഈമാ.
ഇതാണ് കവിത. ഈ കവിതയിൽ നിന്ന് നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ശേഷം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. നഅത്ത് അതുപോലെ തന്നെ മൻഊത്ത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിതിൻ്റെ മുമ്പ് പഠിച്ചിട്ടുണ്ടോ എന്ന് സാറിന് അറിയില്ല. എങ്കിലും നഅത്ത് എന്താ മൻഊത്ത് എന്താ എന്നുള്ള കാര്യം നമ്മൾ വളരെ പ്രധാനമായിട്ട് എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണോ? നോക്കൂ, നഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ വിശേഷിപ്പിക്കുക അല്ലേ. ഇവിടെ അഖലൻ അതായത് ബുദ്ധി, അഖൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. സലീമൻ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധി, അപ്പോൾ നല്ല ബുദ്ധി. അതുപോലെ തന്നെ ഐഷൻ എന്ന് പറഞ്ഞാൽ ജീവിതമാണ്. നഈമൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം. അപ്പോൾ ഈ ഐഷ് എന്നുള്ള കാര്യത്തിന് വിശേഷിപ്പിക്കാനാണ് നഈം എന്നുള്ള വാക്ക് എന്ത് ചെയ്തത്, അറബിയിൽ കൊണ്ടുവന്നത്. അപ്പോൾ നല്ല വിദ്യാർത്ഥി അല്ലെങ്കിൽ നല്ല മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ മക്കളെ, നുസ്ആ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉപദേശം. ഹക്കീമൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല ഹിക്മത്തുള്ള നല്ല ഉപദേശങ്ങൾ അല്ലേ. അപ്പോൾ നല്ല ഉപദേശങ്ങൾ നീ എന്ത് ചെയ്യണം, സ്വീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നഅത്ത് എന്താ മൻഊത്ത് എന്താന്ന് പറഞ്ഞാൽ നോക്കൂ, ഇവിടെ അഖലൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ ബുദ്ധിയെ എന്നുള്ളതിനെ വിശേഷിപ്പിക്കാനാണ് ശേഷമുള്ള സലീമൻ എന്നുള്ളത് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ നഅത്ത് എന്ന് പറഞ്ഞാൽ വിശേഷിക്കപ്പെടുന്ന വസ്തുവിൻ്റെ പേരാണ് എന്തെന്ന് പറയാം, നഅത്ത് എന്ന് പറയാം. അപ്പോൾ എന്തുകൊണ്ടാണോ വിശേഷിക്കപ്പെടുന്നത് അതിനാണ് എന്തെന്ന് പറയാം, മൻഊത്ത് എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നോക്കൂ, ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ അഖലൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അഖലിനെയാണ് ഇവിടെ നോക്കൂ, അഖലി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ്. ഈ ബുദ്ധി എന്നുള്ളതിനാണ് നമ്മൾ എന്തുകൊണ്ട് സലീമൻ എന്നുള്ളതിനെ കൊണ്ട് എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എന്തൊരു വസ്തുവിനെയാണോ നമ്മൾ വിശേഷണം പറയുന്നത്, അപ്പോൾ ഇവിടെ അക്കല് ബുദ്ധി എന്നുള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിശേഷണം പറയുന്നത്. അപ്പോൾ ഈ അക്കല് എന്നുള്ളത് നഅത്താവും. അപ്പോൾ എന്തൊരു കാര്യമാണോ എന്തൊരു വസ്തുവിനെ കുറിച്ചാണോ വിശേഷണം പറയുന്നത് അതെന്തായിരിക്കും, നഅത്തായിരിക്കും. ഇനി ആ അക്കലിനെ നമ്മൾ പറഞ്ഞു സലീമൻ, ആരോഗ്യവാനായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞു. അപ്പം ആ അക്കലിനെ എന്തൊരു വസ്തു കൊണ്ടാണോ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതിനെന്തെന്ന് പറയും, മൻഊത്ത് എന്ന് പറയും. മനസ്സിലായോ മക്കളെ? വളരെ സിമ്പിളാണ്. അതായത് നഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, അപ്പോൾ ഒരു കാര്യത്തെ വിശേഷിപ്പിക്കുന്നു, ആ കാര്യമാണ് നഅത്ത് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അക്കലൻ സലീമൻ, ഈ അക്കല് എന്നുള്ള ബുദ്ധിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പം അക്കൽ അതെന്തായിരിക്കും, നഅത്തായിരിക്കും. എന്തൊരു കാര്യത്തിനെയാണോ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആ കാര്യം നഅത്തായിരിക്കും. എന്തുകൊണ്ടാണോ, അതായത് ആ അഖലി എന്നുള്ള കാര്യത്തെ എന്തൊരു വിശേഷണം കൊണ്ടാണോ നമ്മൾ പറയുന്നത് അതിന് മൻഊത്ത് എന്ന് പറയും. മനസ്സിലായോ മക്കളെ? ഇവിടെ നോക്കൂ, നുസ്ഹ ഹക്കീമൻ എന്നുള്ളിടത്ത് നുസ്ഹ എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹക്കീമൻ എന്നുള്ളതിനെ കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഐഷൻ എന്ന് പറഞ്ഞാൽ ജീവിതം. ആ ഐഷ് എന്ന് പറയുന്ന നഅത്തിനെയാണ് നഈമൻ അനുഗ്രഹീതനായ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം എന്നുള്ള ഒരു മൻഊത്ത് കൊണ്ട് വിശേഷിക്കപ്പെടുന്നത്. മനസ്സിലായോ മക്കൾക്ക്? വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. അതായത് അഖലൻ എന്ന് പറയുന്ന ഒരു നഅത്തിനെ, അതായത് വിശേഷിക്കപ്പെടുന്ന ഒരു വസ്തുവിനെ സലീമൻ എന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തു നഅത്തും എന്തൊരു വസ്തു കൊണ്ടാണോ വിശേഷിക്കപ്പെടുന്നത് അതിനൊരു സവിശേഷത പറയല്ലോ, അതെന്തായിട്ട് മാറും, മൻഊത്തുമായിട്ട് മാറും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ മൻഊത്തും അതുപോലെ തന്നെ നഅത്തും എഴുതിയെടുക്കാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നോക്കൂ, സ്വാഭാവികമായിട്ടും അക്കൽ എന്നുള്ളത് എന്താണ്, ബുദ്ധിയാണ്. അപ്പോൾ ബുദ്ധി എന്തായിട്ട് മാറും, അപ്പോൾ എന്തൊരു വസ്തുവിനെയാണോ വിശേഷിപ്പിക്കപ്പെടുന്നത് അത് മൻഊത്തും, അതായത് എന്തൊരു വസ്തു കൊണ്ടാണോ വിശേഷിക്കുന്നത് അതെന്തായിട്ട് മാറും, നഅത്തുമായിട്ട് മാറും. ഇവിടെ നോക്കൂ മക്കളെ, അക്കലൻ എന്നുള്ളത് എന്താണ്, ഇവിടെ മൻഊത്തായിട്ടാണല്ലോ വരിക. കാരണം അക്കല് എന്നുള്ള ബുദ്ധി എന്നുള്ളതിനെയാണ് എന്തുകൊണ്ട് വിശേഷിക്കപ്പെടുന്നത്, സലീമൻ എന്നുള്ള വാക്കുകൊണ്ട് വിശേഷിക്കപ്പെടുന്നത്. അപ്പോൾ അക്കല് എന്നുള്ളത് മൻഊത്തിലും സലീം എന്നുള്ളത് എന്താണ്, ഈ അക്കലിനെ വിശേഷിപ്പിക്കപ്പെട്ടതാണ് എന്ത്, സലീമൻ എന്നുള്ള വേട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് എന്തൊരു വസ്തുവിനെയാണോ വിശേഷിപ്പിക്കുന്നത് ആ വസ്തു മൻഊത്തും, എന്ത് പറഞ്ഞിട്ടാണോ വിശേഷിക്കപ്പെടുന്നത് ആ വസ്തു എന്തായിട്ട് മാറും, നഅത്തുമായിട്ട് മാറും. ഇവിടെ അക്കലി എന്നുള്ള അപ്പോൾ ഇവിടെ സാർ എഴുതിയത് എന്താണ്, മിസ്റ്റേക്ക് മാറിപ്പോയതാട്ടോ. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും അക്കലി എന്നുള്ള ഒരു കാര്യത്തെയാണ് എന്തെന്ന് പറയുക, മൻഊത്ത് എന്ന് പറയുക അല്ലേ. അപ്പോൾ ഈ അക്കലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സലീമൻ എന്ന് പറയുന്നത് കൊണ്ട് വിശേഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും സലീം എന്നുള്ളത് നഅത്തായിട്ട് മാറും. അതായത്
അക്കല് എന്ന് പറയുന്നത് മൻഊത്ത് വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തുവാണല്ലോ. അക്കല് ബുദ്ധിയെയാണല്ലോ നമ്മൾ വിശേഷിപ്പിക്കപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ മൻഊത്തായിട്ട് എന്ത് ചെയ്യും, അക്കല് മാറും. സലീം എന്നുള്ളത് ആ അക്കലിന് കൊടുക്കുന്ന ഒരു വിശേഷണമാണ്. അതുകൊണ്ട് തന്നെ അതെന്തായിട്ട് മാറും, നഅത്തായിട്ട് മാറും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഉദാഹരണം അടുത്തത് എഴുതി കൂടെ നുസ്ഹ, അതുപോലെ തന്നെ ഹക്കീമൻ എന്നുള്ളതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നുസ്ഹ എന്നുള്ളത് എന്തായിട്ട് മാറും, മൻഊത്തായിട്ട് മാറും. കാരണം ഈ നുസ്ഹ എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹക്കീമൻ എന്ന് പറയുന്ന സിഫത്ത് കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഹക്കീമൻ എന്നുള്ളത് എന്താകും, നഅത്തായിട്ട് മാറും. ഈ ഹക്കീമ എന്നുള്ള വാക്കാണ് നുസ്ആ എന്ന് പറയുന്നതിന് വിശേഷിപ്പിക്കപ്പെട്ടത്. അപ്പോൾ നഅത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം കൊടുത്ത കാര്യത്തിനാണ് നഅത്ത് എന്ന് പറയുക. മൻഊത്ത് എന്ന് പറഞ്ഞാൽ എന്തിനെയാണോ വിശേഷിപ്പിച്ചത് അതിന് മൻഊത്ത് എന്ന് പറയും. മക്കൾക്ക് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഐഷൻ നഈമൻ എന്നുള്ളെടുത്ത് നോക്കൂ. ഐഷൻ എന്നുള്ള ജീവിതം എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്തിനെയാണോ വിശേഷിപ്പിച്ചത് അതെന്തായിരിക്കും, മൻഊത്തായിരിക്കും. എന്തൊരു കാര്യം, ഈ ജീവിതം എന്നുള്ളതിനെ എന്തൊരു കാര്യം കൊണ്ടാണോ വിശേഷിപ്പിക്കപ്പെട്ടത്, ഇവിടെ നോക്കൂ, നഈമൻ എന്നല്ലേ വിശേഷിപ്പിക്കപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താവും, നഈമൻ എന്നുള്ളത് എന്താവും, നഅത്തായിട്ട് മാറും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തു മൻഊത്തും എന്തൊരു കാര്യം കൊണ്ടാണോ വിശേഷിപ്പിക്കുന്നത് ആ കാര്യം നഅത്തുമായിട്ട് മാറും. ഇത്ര മാത്രം എന്താക്കിയാൽ മതി മക്കൾ, മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ മക്കളെ, പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി നോക്കൂ, നുക്മിലിൽ ഫറാഹ ബിൻ നഅത്തി മുനാസിബ് മിൻ ഖാത്തിമ ബിൻ ഖാന. ഈ ബ്രാക്കറ്റിൽ ഈ കോളത്തിൽ എന്ത് ചെയ്യണം, നഅത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതിയെടുക്കണം. ഹാദിഹി അദീക്കത്തുൻ, ഇതൊരു പൂന്തോട്ടമാണ് അല്ലേ. ഹദീക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, പൂന്തോട്ടമാണ്. അപ്പോൾ ഈ പൂന്തോട്ടം എന്നുള്ളത് ഇവിടെ സ്വാഭാവികമായിട്ടാണ് എന്താണ്, മൻഊത്താണ്. കാരണം ഈ പൂന്തോട്ടം എന്നുള്ളതിനെയാണ് ഇനി ഒരു കാര്യം കൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഹദീക്കത്ത് എന്ത് ചെയ്യും, പൂന്തോട്ടം എന്നുള്ളത് മൻഊത്താവും. ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നു എങ്ങനത്തെ പൂന്തോട്ടമാണ്, ജമീലത്തുൻ, ഭംഗിയുള്ളതാണ് അല്ലേ. അപ്പോൾ ജമീലത്തുൻ എന്നുള്ള വിശേഷണം നഅത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്തു, അതിനെ നമ്മൾ എഴുതി. അടുത്ത് നോക്കൂ, ജലസ്തു ഫിൽ ബുസ്താനി, ജലസ്തു ഞാൻ ഇരുന്നു, ഫിൽ ബുസ്താനി പൂന്തോട്ടത്തിൽ ഇരുന്നു. എങ്ങനത്തെ പൂന്തോട്ടത്തിലാണ് ഞാൻ ഇരുന്നത്, നോക്കൂ, ഷെരിബ്തു ഞാൻ കുടിച്ചു, അൽ ഹലീബ അൽ ഹലീബ എന്ന് പറഞ്ഞാൽ പാല് കുടിച്ചു അല്ലേ. അതുപോലെ തന്നെ ഫി ബൈത്തി എൻ്റെ വീട്ടിലുണ്ട്, കിത്താനി പൂച്ചയുണ്ട്. അപ്പോൾ കിത്താനി പൂച്ചയുണ്ട്. അതുപോലെ തന്നെ ജലസ്തു ഞാൻ ഇരുന്നു, ഫിൽ ബുസ്താനി പൂന്തോട്ടത്തിൽ ഇരുന്നു. എങ്ങനത്തെ പൂന്തോട്ടത്തിലാണ് ഇരുന്നത്, വാസിഉൻ അല്ലേ. അപ്പോൾ ജലസ്തു ഫിൽ ബുസ്താനി വാസിഉൻ, ഞാൻ എന്ത് ചെയ്തു, വിശാലമായിട്ടുള്ള പൂന്താട്ടത്തിൽ എന്തായി ഇരുന്നു. അതുപോലെ തന്നെ ഷെരീബ്തു ഞാൻ കുടിച്ചു, അൽ ഹലീബ ഞാൻ എന്ത് ചെയ്തു, പാല് കുടിച്ചു അല്ലേ. ഞാൻ പാല് കുടിച്ചു. അസാഹിന അല്ലേ, അസാഹിന എന്ത് ചെയ്യണം, അവിടെ എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, ഫി ബൈത്തി എൻ്റെ വീട്ടിലുണ്ട്, കിത്താനി പൂച്ചകളുണ്ട്. എത്ര പൂച്ചകളാണ്, സൊഗീറാനി രണ്ട് ചെറിയ പൂച്ചകൾ എന്തുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ മക്കളെ മനസ്സിലായോ, പറഞ്ഞത് എങ്ങനെയാണെന്ന് മനസ്സിലായോ. ഇവിടെ നമ്മൾ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്തു, മൻഊത്തിനെ എന്ത് കാര്യം കൊണ്ടാണോ നഅത്ത് ചെയ്യേണ്ടത് അതെന്ത് ചെയ്തു, ഇങ്ങോട്ട് എഴുതിയെടുത്തു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണോ മൻഊത്തിന് ഇറാബ് അതേ ഇറാബാണ് നഅത്തിലും വരിക. ഇവിടെ നോക്കൂ, അദീഖത്തുൻ എന്നുള്ളിടത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അവസാനം താന് രണ്ട് തൻവീനുണ്ട്. ആ മൻഊത്തിന് എന്താണോ ഇറാബ്, എന്താണോ മൻഊത്തിൻ്റെ മുകളിലുള്ളത് അതേ ായിരിക്കും ജമീലത്തിന് എന്നുള്ളെടുത്ത് നോക്കൂ, രണ്ട് തൻവീൻ വന്നല്ലോ. അപ്പോൾ എന്താണോ മൻഊത്തിന് ഇറാബ് അതേ ഇറാബാണ് എവിടെയും വരിക, നഅത്തിനും വരികയുള്ളത്. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ അപ്പോൾ മൻഊത്ത് എന്താണോ പെണ്ണാണെങ്കിൽ നഅത്തും പെണ്ണായിരിക്കണം, വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തുവും പെണ്ണായിരിക്കണം. അതുപോലെ തന്നെ മൻഊത്ത് എന്നുള്ളത് മുഫ്രദാണ്, ഒറ്റതിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ ആ നഅത്തും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, ഒറ്റുള്ളതിനെ കുറിച്ച് പറയുന്നതായിരിക്കണം. അതുപോലെ തന്നെ രണ്ടെണ്ണത്തിനെ കുറിച്ച് ഇവിടെ നോക്കൂ, ഫി ബൈത്തി എൻ്റെ വീട്ടിലുണ്ട്, കിത്താനി രണ്ട് പൂച്ചകൾ എന്നല്ലേ. അപ്പോൾ ഈ രണ്ടുള്ളതിനാണ് നമ്മൾ ഇവിടെ കൊടുത്തിരുന്നത് സൊയീറാനി അല്ലേ. സൊയീറാനി എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഫി ബൈത്തി കിത്താനി, കിത്തുൻ എന്നുള്ളതാണ്, കിത്തുൻ എന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് പറയുള്ളൂ, സൊയീർ എന്നേ പറയുള്ളൂ. പക്ഷേ ഫി ബൈത്തി എൻ്റെ വീട്ടിലുണ്ട്, കിത്താനി രണ്ട് പൂച്ചകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കിത്താനി എന്നുള്ളത് രണ്ടിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ആ മൻഊത്തിന് എന്ത് ചെയ്യണം, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, സൊയീറാനി രണ്ട് ചെറിയ പൂച്ചകൾ എന്നുള്ള ചെറുതിനെ രണ്ട് ചെറുത് എന്നുള്ള ആശയം എന്ത് ചെയ്തത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, എന്താണോ മൻഊത്തിന് അതായത് വിശേഷിക്കപ്പെടുന്ന വസ്തുവിന് എന്താണോ ഇറാബ് അതേ സാധനമായിരിക്കണം അതിനെ വിശേഷിപ്പിക്കുന്ന വസ്തുവിനും പറയേണ്ടത്. അപ്പോൾ
കിത്താനി എന്ന് പറഞ്ഞാൽ 2 പൂച്ചകൾ. അപ്പോൾ ഈ 2 പൂച്ചകളെയാണ് നമ്മൾ വേറൊരു സിഫത്ത് കൊണ്ട് എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ കിത്താനിക്ക് അനുയോജ്യമായിട്ടുള്ള വിശേഷണമായിരിക്കണം എന്താവേണ്ടത്, ശേഷം കൊടുക്കേണ്ടത്. അപ്പോൾ എന്താ നെഅത്ത് എന്താ മനൂത്ത് എന്ന് മനസ്സിലായെന്ന് സാറ് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. മനൂത്ത് എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തുവിനാണ് മനൂത്ത് എന്ന് പറയുക. ബുദ്ധി, അതുപോലെ തന്നെ മനുഷ്യൻ, നല്ല മനുഷ്യൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മനുഷ്യൻ എന്നുള്ളത് മനൂത്താണ്. ആ മനുഷ്യനെ നമ്മൾ വിശേഷിപ്പിക്കുന്നു എന്തുകൊണ്ട്, നല്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നല്ല എന്നുള്ളത് എന്തായിട്ട് മാറും, നെഅത്തായിട്ട് മാറും. മനസ്സിലായോ? അതുപോലെ തന്നെ പൂന്തോട്ടം, ആ പൂന്തോട്ടം എന്നുള്ളത് എന്താണ്, മനൂത്താണ്. അതായത് വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തുവാണ് പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിനെ നമ്മൾ പറയുന്നു എങ്ങനെ, ഭംഗിയുള്ള പൂന്തോട്ടം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പൂന്തോട്ടം എന്നുള്ള വസ്തുവിനെ പറയുന്നൊരു വിശേഷണമാണ് എന്ത്, ഭംഗിയുള്ള എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഹദീക്കത്ത് എന്നുള്ളത് മനൂത്തും, അതുപോലെ തന്നെ ജമീലത്തും ഭംഗിയുള്ള പൂന്തോട്ടം എന്നുള്ളത് എന്തായിട്ട് മാറും, ആ ഹദീക്കത്തിൻ്റെ നെഅത്തായിട്ട് മാറും. മക്കൾക്ക് മനസ്സിലായി എന്നെന്ത് ചെയ്യുന്നു, സാറ് വിശ്വസിക്കുന്നു. അടുത്തത് എന്ത് ചെയ്യാനാണ്, നമ്മളുടെ ഗ്രാമത്തെക്കുറിച്ച് നമ്മളോട് എന്ത് ചെയ്യാനാണ്, നെഅത്തും മനൂത്തും വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്, ഒരു സെൻറ്റൻസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ നമ്മൾ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എന്ത്, ബൈത്തി, എൻ്റെ വീട് എന്താണ്, ഫീ കരിയത്തിൻ ജമീല, ഒരു ഭംഗിയുള്ള ഗ്രാമത്തിലാണ് എന്ത്, എൻ്റെ വീട് നിലകൊള്ളുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നോക്കും മക്കളെ, ഇവിടെ നെഅത്ത് ഏതാണ് മനൂത്ത് ഏതാണ് നമുക്ക് എങ്ങനെ തിരിയും, വളരെ സിമ്പിളായിട്ട് തിരിയുമല്ലോ. കാരണം എന്താ, കറിയത്ത് എന്നുള്ള ഗ്രാമം എന്നുള്ളതിനെയാണ് എന്ത് ചെയ്യുന്നത്, ജമീലത്ത് എന്നുള്ള വാർഡ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കറിയത്ത് എന്നുള്ളത് എന്തായിട്ട് മാറും, മനൂത്തായിട്ട് മാറും. അതിനെ ഈ കറിയത്ത് എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്, ജമീലത്ത് എന്നുള്ളൊരു വിശേഷണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ജമീലത്ത് എന്നുള്ളത് എന്തായിട്ട് മാറും, നെഅത്തായിട്ട് മാറും അല്ലേ. ബാക്കി പറഞ്ഞുകൂടെ, ഫീ കരിയത്തിൻ, എൻ്റെ ഗ്രാമത്തിലുണ്ട് എന്ത്, മലഅബുൻ വാസിയുൻ അല്ലേ. ഫീ കരിയത്തിൻ, എൻ്റെ ഗ്രാമത്തിലുണ്ട് എന്ത്, മലഅബുൻ, എന്ത്, കളിസ്ഥലമുണ്ട്. മലഅബുൻ, കളിസ്ഥലമുണ്ട്. എങ്ങനത്തെ കളിസ്ഥലം, വാസിയുൻ, വിശാലമായിട്ടുള്ള കളിസ്ഥലമുണ്ട് എന്ന് പറഞ്ഞൂടെ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മലഅബ്, കളിസ്ഥലം എന്നുള്ളതിനെ വിശേഷിപ്പിച്ചതാണ് എന്ത്, വാസിയുൻ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലഅബ് എന്നുള്ളത് മനൂത്തായിട്ട് മാറും, വാസിയുൻ എന്നുള്ളത് എന്തായിട്ട് മാറും, നെഅത്തായിട്ട് മാറും അല്ലേ. അതുപോലെ തന്നെ ബാക്കി എന്ത് പറയും, വഫീ കരിയത്തിന ഹദീക്കത്തുൻ ജമീല എന്ന് പറഞ്ഞൂടെ. വഫീ കരിയത്തിന, ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ട് അല്ലേ. വഫീ കരിയത്തിന, നമ്മുടെ ഗ്രാമത്തിലുണ്ട് എന്തുണ്ട്, ഹദീക്കത്തുൻ, പൂന്തോട്ടമുണ്ട് അല്ലേ. ഹദീക്കത്തുൻ, പൂന്തോട്ടമുണ്ട്. എങ്ങനത്തെ പൂന്തോട്ടമുണ്ട്, ജമീലത്തുൻ, വളരെ ഭംഗിയാർന്ന പൂന്തോട്ടമുണ്ട് എന്ന് പറഞ്ഞൂടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹദീക്ക എന്ന് പറയുന്ന മനൂത്തിനെ ഒരു വിശേഷണം കൊടുത്തതാണ് എന്ത്, ജമീലത്തിന് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊരു വസ്തുവിനെയാണോ വിശേഷണം പറയുന്നത് ആ വസ്തു മനൂത്തും, എന്തൊരു കാര്യം കൊണ്ടാണോ വിശേഷണം പറയുന്നത് ആ വസ്തു എന്താവും, നെഅത്തുമായിട്ട് മാറും. അതുപോലെ തന്നെ ഫീഹ അഷ്ജാറുൻ കബീറത്തുൻ എന്ന് പറഞ്ഞൂടെ. ഫീഹ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഗ്രാമത്തിലുണ്ട് എന്തുണ്ട്, അഷ്ജാറുൻ, മരങ്ങളുണ്ട് അല്ലേ. അഷ്ജാറുൻ, മരങ്ങളുണ്ട്. എങ്ങനത്തെ മരങ്ങളുണ്ട്, കബീറത്തുൻ, വളരെ വലുതായിട്ടുള്ള മരങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും അഷ്ജാർ എന്ന് പറഞ്ഞാൽ മനൂത്താവും. ആ മനൂത്തിനെ അല്ലേ, ആ മരങ്ങളെ വിശേഷണം കൊടുത്തതാണ് എന്ത്, വലിയ മരങ്ങൾ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും മരം എന്നുള്ളത് മനൂത്തും, ആ മനൂത്തിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച കബീറത്തിന് എന്തായിട്ട് മാറും, നെഅത്തുമായിട്ട് മാറും. മക്കൾക്ക് നെഅത്തും അതുപോലെ തന്നെ മനൂത്തും മനസ്സിലായിട്ടുണ്ടെന്ന് സാറ് വിചാരിക്കുന്നു. അടുത്ത നോക്കൂ, നഖ്റഉ വനഫ്ഉ, നമുക്ക് വായിക്കാം, മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. മുമാറസത്തു റിയാദു കുല്ല യോമിൻ തുഅദ്ദു ഹുയ്യാഹ ഇൻജാസൻ അലീമൻ. ഇവിടെ നോക്കൂ, ഉഹൈ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഉഹൈ എന്ന് പറഞ്ഞാൽ അഹുൻ സോയിറുൻ, ചെറിയ സഹോദരനാണ് നമ്മൾ എന്ത് പറയുക, ഉഹൈ എന്ന് പറയുക അല്ലേ. അപ്പം മനസ്സിലാക്കി വെക്കുക, ഉഹൈ എന്ന് പറഞ്ഞാൽ അതെന്താണ്, അഹുൻ സോയിറാണ്, ചെറിയ സഹോദരനാണ് എന്തെന്ന് ഉപയോഗിക്കാം, ഉഹൈ എന്ന് പറയുക. അതുപോലെ തന്നെ ബുനൈ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചു വെക്കാനുള്ളത്. ഉഹൈ എന്ന് പറഞ്ഞാൽ അഹുൻ സൊഹീർ, ചെറിയ സഹോദരനാണ്, അഹുൻ സൊഹീറിനാണ് ഉഹൈ എന്ന് പറയാം. അതുപോലെ തന്നെ ബുനൈ എന്ന് പറഞ്ഞാൽ മക്കൾ മനസ്സിലാക്കി വെക്കണം, ഇബ്നുൻ സൊഹീറുൻ അല്ലേ, ചെറിയ കുട്ടിക്കാണ് എന്തെന്ന് പറയാം, ഇബ്നുൻ സൊഹീറുൻ, ചെറിയ കുട്ടിക്കാണ് എന്ത് പറയാം, ബുനൈ എന്ന് പറയാം. അപ്പോൾ ഉഹൈ എന്ന് പറഞ്ഞാൽ ചെറിയ സഹോദരൻ അല്ലേ, അഹുൻ സൊഹീറുൻ, ചെറിയ സഹോദരനാണ് എന്തെന്ന് പറയാം മക്കളെ, ചെറിയ സഹോദരനാണ് എന്തെന്ന് പറയാം, അഹുൻ സൊഹീറുൻ, ചെറിയ സഹോദരനാണ് ഉഹൈ എന്ന് പറയാം. അതുപോലെ തന്നെ ബുനൈ എന്ന് പറഞ്ഞാൽ ഇബ്നുൻ സൊഹീറുൻ, ചെറിയ കുട്ടിക്ക് എന്ത് പറയും, ബുനൈ എന്ന് പറയും. അതുപോലെ തന്നെ അഹുൻ സൊഹീറുൻ, ചെറിയ സഹോദരൻ നമ്മൾ എന്ത് പറയും, ഉഹൈ എന്ന് പറയും. ആ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അടുത്ത് നോക്കൂ, മൽമൂമുൻ മൽമൂമ്, ഈ കവിതയുടെ ആശയം എന്താണെന്നാ അത് സാറ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇതാ അറാത്തൻ തഹിയ സലീമൻ വ തഖ്ലിയ ഹയാത്തക മഖ്സിയത്തിൽ സആദ ഫഅലൈക അൻ തൗഖുദ നസായിമിൻ തബീബ്. നീ ആരോഗ്യവാനായിട്ടുള്ള ജീവിതം നീ ജീവിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം, ഡോക്ടറിൽ നിന്ന് എന്ത് ചെയ്യണം,
ഉപദേശങ്ങൾ തേടണം. തദക്കർ അന്നൽ അക്കല സലീമൻ ഫിൽ ജിസ്മി സലീം, നീ എന്ത് ചെയ്യണം, ഓർക്കണം. കാരണം നിശ്ചയമായിട്ടും അക്കല് സലീം അല്ലേ, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധി ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? ഫി ജിസ്മി സലീമിൻ, ആരോഗ്യപരമായിട്ടുള്ള ശരീരത്തിൽ നിന്നാണ് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധി ലഭിക്കുന്നത്. അതുപോലെ വഹാഫിദ് അല സിയദ് ജിസ്മിക വല തത്രക്കുൽ മരീദ, നീ എന്ത് ചെയ്യണം, നീ നിൻ്റെ ജീവിതത്തെ എന്ത് ചെയ്യണം, ആരോഗ്യവാനാക്കി മാറ്റണം. നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, വല തത്രക്കുഹും മരീദ, നിൻ്റെ ആരോഗ്യത്തിൽ നീ എന്ത് ചെയ്യരുത്, നിൻ്റെ ശരീരത്തിൽ നീ എന്ത് ചെയ്യരുത്, രോഗിയാക്കി വിടരുത്. അതുപോലെ തന്നെ റിയാലത്തുൽ ബദനിയത്തു ഷഅലുൻ അലീമുൻ, ഈ എക്സസൈസ് എന്നുള്ളത് അല്ലേ, ആരോഗ്യ എക്സസൈസ്. അപ്പോൾ ഫിറ്റ്നസ് എന്നുള്ളത് എന്താണ്? ഷെയ്ൻ അലീം, അത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ തുഹാഫിദു അല വസ്നി ജിസ്മിക വ തഅജുൽ ജമീൽ അല്ലേ, നിന്നെ ഭംഗിയാക്കി മാറ്റാനും അതുപോലെ തന്നെ നിൻ്റെ വസ്നി ഭാരത്തിൽ എന്ത് ചെയ്യണം, കൃത്യമാക്കാനും അതെന്ത് ചെയ്യും, നിന്നെ സഹായിക്കുന്നു. അതുപോലെ തന്നെ വഖ്തരി തൊആമ തൊയ്ബിൻ ഷറാബിൻ മുഫീദ് അലി ജിസ്മിക, നിൻ്റെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ഭക്ഷണവും അതുപോലെ തന്നെ പാനീയങ്ങളും നീ എന്ത് ചെയ്യണം, ശീലിക്കണം. ഇതാ ഹസാബക്കൽ മറലു ഫത്തുലുബിൻ നസീഹത്ത് തൊബീബ, നിനക്ക് രോഗം എത്തിയാൽ നീ എന്ത് ചെയ്യണം, ഡോക്ടറെ സന്ദർശിക്കണം. മുബക്കിറൻ, നീ എന്ത് ചെയ്യണം, നേരത്തെ ഉറങ്ങണം. ഫ ഇന്നഹു മിൻ അസ്ബാബി റാഹ, അതാണ് ഏറ്റവും നല്ല അവസ്ഥ. അപ്പോൾ നേരത്തെ ഉറങ്ങണം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ അസ്അലുല്ലാഹു ലക്കൽ ആഫിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിൻ്റെ ആഫിയത്തിനെ കുറിച്ച്, അപ്പോൾ നീ എന്തിനു വേണ്ടിയിട്ട് നിൻ്റെ ആരോഗ്യം ചിലവഴിച്ചു എന്നുള്ള ചോദ്യം എന്ത് ചെയ്യും, നിന്നോട് പടച്ചോൻ ചോദിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളോട് കവിതയിലൂടെ പറയുന്നത്. നോക്കൂ, 4 ക്വസ്റ്റ്യനുകളുണ്ട്. കൈഫ യസീറു അൽ ജിസ്മുൽ ജമീലൻ, ആരോഗ്യകരമായിട്ടുള്ള ഒരു ശരീരത്തെ, ഒരു ജീവിത ചിട്ടയെ നമ്മൾ എങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്ന ചോദിക്കുന്നത്. നോക്കൂ മക്കളെ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞുകൂടെതാ, നം മുബക്കിറൻ ഫ ഇന്നഹു മിൻ അസ്ബാബിൽ റാഹ, അതാണ് എന്ത് ചെയ്യുന്നത്, ഒന്നാമത്തേൻ്റെ ആൻസർ. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ എന്താണ്? ഒന്നാമത്തെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ ആ റിയാലത്തുൽ ബദനിയ ഷെയ്ഉൻ അലീം എന്നുള്ളതാണ്. കൈഫ യസീറു ജിസ്മുൽ ജമീൽ, നിനക്ക് എങ്ങനെ ആരോഗ്യമായിട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നതിൻ്റെ അതായത് റിയാലത്തുൽ ബദനിയ ഷെയ്ൻ അലി. അതുപോലെ തന്നെ ഫഖ്തരി തൊആമ തൊബീബൻ വശറാബ അൽ മുഫീദുൽ ജിസ്മിക, അതാണ് എന്ത് ചെയ്തത്, ഒന്നാമത്തെ ആൻസറായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കൊടുക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ, കൈഫ യസീറു അൽ ജിസ്മൽ ജമീല, ആരോഗ്യപരമായിട്ടുള്ള ശരീരം നിനക്ക് എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം. അതിൻ്റെ ആൻസറാണ് മക്കളെ ഏത്, ഇതാ ഫഖ്തരി തൊആമ തൊബീബൻ, നീ എന്ത് ചെയ്യുക, ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. വശറാബൻ, ആരോഗ്യമായിട്ടുള്ള പാനീയം കഴിക്കുക. മുഫീദൻ, ആരോഗ്യപരമായിട്ടുള്ള പാനീയം കഴിക്കുക. ജിസ്മിക, അപ്പോൾ നിൻ്റെ ശരീരത്തിന് ആരോഗ്യവും മെച്ചപ്പെടുത്തുന്ന ഭക്ഷണവും പാനീയം നീ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഒന്നാമത്തേൻ്റെ ആൻസർ. മക്കൾക്ക് മനസ്സിലായോ? രണ്ടാമത്തെ നോക്കൂ, ഉദുക്കുറു സബബ് മിൻ അസ്ബാബിർ റാഹ അല്ലേ, നിനക്ക് റാഹത്ത് കിട്ടുന്ന കാരണങ്ങളെക്കുറിച്ച് നീ എന്ത് ചെയ്യുക, പറയാനാണ് പറയുന്നത്. നോക്കൂ, ന മുബക്കിറൻ ഫ ഇന്നഹു മിൻ അസ്ബാബിർ റാഹ, നേരെ തുറങ്ങുക എന്നുള്ളത് എന്താണ്, ആരോഗ്യകരമായിട്ടുള്ള ജീവിത സൃഷ്ടിപ്പിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ആൻസറാണ് എന്ത്, ന മുബക്കിറൻ ഫ ഇന്നഹു മിൻ അസ്ബാബി റാഹ എന്നുള്ളത്. ഓക്കെ ആണല്ലോ? ഇതൊക്കെ പഠിച്ച് വെച്ചോളനെ. മൂന്നാമത്തത് എന്താ, മത്താ തത്ലുബു നസീഹത്തു ത്വബീബ്, എപ്പോഴാണ് ഡോക്ടറിൻ്റെ നസീയത്ത് ഉപദേശം നീ തേടേണ്ടത് എന്നാ. നോക്കൂ, ഇതാ ഹസാബക്കൽ മറന്നു അല്ലേ, ഫത്ലുബ് നസീഹത്ത് ത്വബി, ഇതാണ് മൂന്നാമത്തെ ആൻസർ. നിനക്ക് രോഗമെത്തിയാൽ നീ എന്ത് ചെയ്യണം, ഡോക്ടറിൻ്റെ ഉപദേശം തേടണം. നാലാമത്തെ നോക്കൂ, ഇക്തഷിഫ് മിൻ ഫിക്രത്തി ഹിക്കുമത്തിൽ മഷ്ഹൂറ, ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് വളരെ മഷ്ഹൂറായിട്ടുള്ള ഹിക്കുമത്ത് അല്ലേ, ഒരു പ്രധാനപ്പെട്ട ഒരു തോട്ട് പറഞ്ഞ കാര്യം എന്താണെന്നാ. ഇവിടെ നോക്കൂ, അന്നൽ അക്കല സലീമ ഫി ജിസ്മി സലീം എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു തോട്ട്. അപ്പോൾ നാലാമത്തെ ആൻസറാണ് എന്ത്, അന്നൽ അക്കല സലീമ ഫി ജിസ്മി സലീം എന്നുള്ളത്. മനസ്സിലായല്ലോ മക്കളെ? ഇനി ഏറ്റവും അവസാനം എന്താ, നെക്റഉൻ നിക്കാത്ത വനുഇദ് തർജമത്തു ഷായർ, ഷായറിനെ കുറിച്ച് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാനാണ്. അഹ്മദുൽ ഫറാസി എന്നാണ് ഷാഹിറിൻ്റെ പേര്. ഉലിദ ഫിൽ ഒമാൻ അല്ലേ, ഒമാനിലാണ് അദ്ദേഹം ജനിച്ചത്. മിൻ ഷുഅറാഇൽ മുഹാസിരീൻ, അതായത് ആധുനിക കവിയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കവിയാണ്. അതുപോലെ തന്നെ യഅ്മലു ത്വബീബൻ, അദ്ദേഹം എന്താണ്, ഒരു ഡോക്ടറാണ് അല്ലേ. അതുപോലെ തന്നെ മിൻ ദവാനിഹി, അതായത് അദ്ദേഹത്തിൻ്റെ രചനകളിൽപ്പെട്ടതാണ് ഏതൊക്കെ, കൽബുൻ ഇദാ ഹവ, അതുപോലെ തന്നെ തിറിയാക്കുൽ ഹയാത്ത് എന്നുള്ളത്. അതുപോലെ തന്നെ മിൻ അഷ്ആരിൽ കസായിദി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രചനയാണ് ഏത്, നസായി ത്വബീബ് എന്നുള്ളത്. മനസ്സിലായോ മക്കളെ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, വളരെ മനോഹരമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ പ്രധാനമായിട്ടും നെഅത്ത് എന്താ, മനൂത്ത് എന്താണെന്ന് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ ഉഹൈ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ബുനൈ എന്ന് പറഞ്ഞാൽ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ ലിദ്ദുകൾ, ഓപ്പോസിറ്റ് വേർഡുകൾ എന്ത് ചെയ്യണം, കുറച്ച് പഠിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ എൻ്റെ 9ാം ക്ലാസ്സിലത്തെ മക്കൾക്ക്
മൂന്നാമത്തെ മൊഡ്യൂളിലെ മൂന്നാമത്തെ ചാപ്റ്റർ വളരെ സിമ്പിളാണെന്ന് സാറ് മനസ്സിലാക്കുന്നു. എല്ലാവരും വളരെ കൃത്യമായിട്ട് പഠിക്കുക. വല്ല ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ക്ലാസ് തിരിയാത്തതുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ക്ലാസ് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിർബന്ധമാണ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. 4ാമത്തെ മൊഡ്യൂൾ നമുക്ക് എന്ത് ചെയ്യുക, ഉടനെ തന്നെ വരാം. അപ്പോൾ ക്രിസ്മസ് എക്സാമിൽ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവണം. അപ്പോൾ എല്ലാവരോടും സാറ് പോവുകയാണ് താൽക്കാലികമായിട്ട്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. സാറ് നല്ല വിജയാശംസകൾ നൽകട്ടെ. അപ്പോൾ ശുക്രൻ ലക്കും യാ അസ്തിഖാ യാ തുല്ലാബ് ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.